കൂട്ടുകാരെ, ഇന്ന് കട്ടിങ് വീഡിയോ അല്ല, ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പം നമുക്ക് സുലഭമായി ലഭിക്കുന്ന ചക്കയുടെ ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ചവണിയും ഒക്കെ കളഞ്ഞ് ഇതിൻ്റെ പച്ച കളറ് തോൽഭാഗം ചെത്തി കളഞ്ഞതിൻ്റെ ഉള്ളിലുള്ള ആ കഴമ്പുള്ള ഭാഗമല്ലേ, ആ ഭാഗം ആണ് ഇതിൻ്റെ മടലെന്ന് ഞങ്ങൾ പറയുക. അപ്പോൾ ആ മടൽ ഉപയോഗിച്ച് ഒരു പച്ചടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ചക്കേനെ ഇവിടെ പറിച്ചെടുത്തിട്ടുണ്ട്. മടൽ ഞാൻ ചെത്തി എടുത്തിട്ടുണ്ട്, അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി, ചതുരത്തിലുള്ള ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ കുഞ്ഞു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്താൽ നമുക്ക് വല്ലാതെ കടിക്കാതെ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. അതിന് ഞാൻ കടുകും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ വറുത്തിട്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. കണ്ടില്ലേ, ഇതുപോലെയാണുള്ളത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്നതിന് മുൻപേ നമുക്ക് ആദ്യം ഇതൊന്ന് നല്ലപോലെ ഇളക്കി എണ്ണയിൽ ഈ കടുകും കറിവേപ്പിലും പൊട്ടിച്ച എണ്ണയിൽ നമുക്ക് ഈ കഷ്ണത്തിന് നല്ലപോലെ ഇളക്കി ചേർക്കണം. അതിനുശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുന്നതിൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ കണ്ടോ, അല്പം പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചേർത്താൽ മതി മഞ്ഞൾപ്പൊടി. അതിനുശേഷം നമ്മൾ പിന്നെ ടേസ്റ്റിന് ചേർക്കുന്നത് കണ്ടോ, കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. വെള്ളം ഇപ്പോഴൊന്നും ഒഴിക്കേണ്ട, കുറഞ്ഞ തീയിൽ ഇട്ടാൽ മതി. സിമ്മിലിട്ടിട്ട് വേണം വെക്കാൻ. അപ്പോൾ അത് ഒന്ന് നല്ലോണം ഒതുങ്ങി ഒന്ന് ആവി കയറി ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള ചതയ്ക്കാനുള്ളത് നമുക്ക് എടുക്കണം. അപ്പോൾ നല്ലപോലെ ഇതിനെ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒന്ന് നമ്മൾ അരച്ച് വരുമ്പോഴേക്കും അത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാൻ മാത്രം നമ്മൾ ചെയ്താൽ മതി കേട്ടോ. വെള്ളം ഒഴിക്കേണ്ട, കുറഞ്ഞ തീയിലിട്ടാൽ മതി. പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് വെള്ളം വറ്റി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ചാലും വേവണം എന്നുള്ളവർക്ക് വെള്ളം കുറച്ച് ഒഴിച്ച് നല്ല വറ്റിച്ചതിന് ശേഷം മാത്രം അരപ്പൊഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് അരയ്ക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് നാളികേരം പൂളി എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതുപോലെയാണ് എടുത്തിട്ടുള്ള മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കൂടുതലൊന്നും പച്ചമുളകിൻ്റെ ആവശ്യമില്ല, 2 പച്ചമുളക് മതി. അത് ഞെട്ടി കളഞ്ഞിട്ട് കൊടുക്കുക. ഞാൻ കഴുകി വെച്ച പച്ചമുളകാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞെട്ടി കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് നമുക്ക് പിന്നെ വെള്ളം കൂട്ടാതെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. വെള്ളം കൂട്ടാതെ അടിച്ചെടുത്തെങ്കിൽ നമുക്ക് ഇതിൽ തൈരും കടുകൊക്കെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ അതാ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുകാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ, കടുക് ഒരല്പം കടുക്, ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കാണുന്നില്ല അല്ലേ. പിന്നെ അതിന് ശേഷം ഞാൻ തൈര് ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരല്പം തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്നുകൂടി അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പച്ചടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ നല്ലോണം ഒന്ന് കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് ജാറിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് കുലുക്കി ഒഴിക്കാം. അപ്പോൾ വെള്ളം കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളാരും ഇതുവരെ ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വീണ്ടും വരാം. ബായ്.